ഞാനും മൃദുവും ഒരുമിച്ച് ഉച്ചയൂണ് കഴിച്ചു. അച്ഛനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ബന്ധുക്കളും പുതുപ്പെണ്ണിനെ കാണാൻ വന്ന നാട്ടുകാരും ഉൾപ്പെടെ 10-50 പേർ ഉണ്ടായിരുന്നു ഉണ്ണാൻ. അയ്യോ, കല്യാണം കഴിച്ചത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെ ദിവസവും അന്നദാനം നടത്തിയാൽ ഞാൻ കുത്തുവാളെടുക്കുമല്ലോ. ഞാൻ ഉള്ളിൽ കത്തുന്ന അഗ്നിയുമായാണ് ബെഡ്റൂമിലേക്ക് നടന്നത്. ബന്ധുക്കളെയും പോരാഞ്ഞ് പുതുപ്പെണ്ണിനെ കാണാൻ വന്ന നാട്ടുകാരും ഇവിടെ നുണ്ണുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഇത്തരം ഒരു സംഭവം നടക്കുമോ? ഒരു നവവരന് ഭ്രാന്ത് പിടിക്കാൻ തക്കവണ്ണമുള്ള സംഭവങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്? ഇത് ആകാശത്തിലിരിക്കുന്ന ദൈവങ്ങൾ കാണുന്നുണ്ടോ? ഞാനൊരു പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞ് ഈ ലോകത്തെ ആകമാനം ഞാൻ ഊട്ടണോ? ഇതൊക്കെ ഓർത്ത് അരിശം മൂത്ത് ഞാൻ ചുമരിലൊക്കെ കടിച്ചു. പല്ല് നൊന്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനു വെറുതെ കല്ലിൽ കടിച്ച് പല്ല് കളയുന്നു? ഇതിനൊക്കെ എൻ്റെ തന്തയെയും തള്ളയെയും പറഞ്ഞാൽ മതി. 5 പൈസയുടെ ഉപകാരമില്ല. പക്ഷേ ഇവർ എനിക്ക് വരുത്തി വയ്ക്കുന്ന നാശനഷ്ടങ്ങൾ, അതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാനേ വയ്യ. അച്ഛനും അമ്മയുമായി പോയില്ലേ, കൊല്ലാൻ പറ്റില്ലല്ലോ. ഞാൻ ദേഷ്യം പൂണ്ട് ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഋതു മുഖവും വീർപ്പിച്ച് നിൽക്കുന്നു. ഋതു മുഖം വീർപ്പിച്ചതിൻ്റെ കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ബെഡിൽ ഇന്ദു ഇരിക്കുന്നു. ഭർത്താവും ഭാര്യയും ഉപയോഗിക്കുന്ന ഒരു ബെഡിൽ അന്യയായ വേറൊരു പെണ്ണ് കയറിയിരിക്കാമോ? അതൊരു ഭാര്യ സഹിക്കുമോ? ബന്ധു എന്നതൊക്കെ ശരി തന്നെ, പക്ഷെ എത്ര കൊടി കെട്ടിയവനായാലും ബെഡ്റൂമിന് പുറത്ത് നിൽക്കണം. ഇതൊക്കെയായിരിക്കണം ഋതുവിൻ്റെ മനസ്സിൽ. അതാണ് അവളുടെ മുഖത്ത് ഇത്ര കടുപ്പം. ഉണ്ണിയേട്ടാ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഋതുവേച്ചി കാത്തിരുന്ന് മുഷിഞ്ഞു. അതും പറഞ്ഞ് ഇന്ദു പൊട്ടി പൊട്ടി ചിരിച്ചു. ഈ പറഞ്ഞതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ മധുമാമനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞു. മധു കൊച്ചച്ഛനോട് എന്താ സംസാരിച്ചത്? മൃദുലയെ കുറിച്ചാണോ? അതും പറഞ്ഞ് ഇന്ദു പൊട്ടി പൊട്ടി ചിരിച്ചു. ഇവൾക്ക് മെൻ്റലാണോ? അതോ ഇവൾ വെള്ളം അടിച്ചിട്ടുണ്ടോ? എന്താണ് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അമ്പരന്നു. കേട്ടോ ഋതുവേച്ചി, ഞാനും മൃദുലയും വൈഷ്ണവിയും ഒക്കെ എപ്പോഴും ഈ റൂമിലായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ ഇപ്പോഴും ഇവിടേക്ക് വന്നത്. ഞങ്ങൾ എപ്പോൾ വന്നാലും ഉണ്ണിയേട്ടന് അതിലൊരു ഇഷ്ടക്കേടും തോന്നില്ല. ഇന്ദു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ദൈവമേ, എന്തൊരു കള്ളമാണ് ഇവൾ പറയുന്നത്. ഞാൻ വിളിച്ചിട്ട് പോലും എൻ്റെ റൂമിലേക്ക് ഒറ്റ ഒരുത്തിയും വന്നിട്ടില്ല. കള്ളമാണിത്. എൻ്റെ ആരുമില്ല കാവിലമ്മേ, ഇനി എന്തൊക്കെയാണാവോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ ഇന്ദു എന്ന പിശാച് മലയിലെ മാമന്റെ മോളാണ്. നിങ്ങൾക്കറിയാമല്ലോ. മൃദുല മധുമാമന്റെ മോള്, വൈഷ്ണവി പത്മജ അപ്പച്ചിയുടെ മോള്. ഈ പേരൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ഇവൾക്ക് വല്ല കാര്യവുമുണ്ടോ? ഇവളുടെ അച്ഛനെ പോലെ ഇവൾക്കും ഭ്രാന്താണോ? ഋതുവിൻ്റെ മുഖത്ത് പൈശാചിക ഭാവങ്ങൾ മാറി മാറി വരുന്നത് ഞാൻ കണ്ടു. മിക്കവാറും എന്നെയും ഈ ഇരുന്ന് വാചകമടിക്കുന്ന മന്ദബുദ്ധിയെയും ഋതു കൊല്ലും. ഇന്ദു അപ്പുറത്തേക്ക് ചെല്ലി. ഋതു ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. ഞാൻ എന്തിനാ പോകുന്നത്? ഇത് എൻ്റെ കൂടെ റൂമല്ലേ? ഇന്നലെയല്ലേ ഈ റൂമിലേക്ക് ചേച്ചിക്ക് അധികാരം കിട്ടിയത്? എന്നെ ഉണ്ണിയേട്ടന് വേണ്ടി ആലോചിച്ചതാ. ഞാൻ ഉണ്ണിയേട്ടൻ ആഗ്രഹിച്ച പെണ്ണാ. ഞാനിവിടെ എപ്പോ വരണം എപ്പോ പോണം എന്നൊക്കെ ഉണ്ണിയേട്ടൻ തീരുമാനിക്കും. അല്ലേ ഉണ്ണിയേട്ടാ? ഇന്ദു പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. മറുപടി ഒന്നും പറയാനാകാതെ ഞാൻ നിന്ന് വിയർത്തു. ഈ നാശം എൻ്റെ കുടുംബം കലക്കാനായിട്ടാണോ കയറി വന്നിരിക്കുന്നത്? കുടുംബം കലക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു ഹോബിയാണ്. ഉറപ്പുള്ളത് എന്തും പൊട്ടിച്ചു തീർന്നത് കണ്ടു നിൽക്കാൻ വല്ലാത്ത ഒരു രസമാണല്ലോ. ഒരുതരം സൈക്കോ സിന്തസിസ്. അത് പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. ഇറങ്ങടി വിളിയിൽ ഒരാക്രോശം കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു. ഋതുവാണ്. ഇന്ദുവിനോടാണ്. എന്താ ചേച്ചി? ഇന്ദു ചോദിച്ചു. ഇത്ര ഉറക്കെ പറഞ്ഞിട്ടും ഇവൾ കേട്ടില്ലേ? ഇവൾ പൊട്ടിയാണോ? കെട്ടാൻ പറ്റാത്തത് നന്നായി. ഇവിടെ നിറങ്ങിപ്പോവാൻ. പഴയ കഥകളൊന്നും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് കയറി വരണ്ട. അത് നീ ആയാലും മൃദുല ആയാലും വൈഷ്ണവി ആയാലും. കഴിഞ്ഞതൊക്കെ ഈ റൂമിന് പുറത്ത്. പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഈ മുറിയിലേക്ക് കയറി വന്നാൽ വരുന്നവരുടെ കഴുത്ത് ഞാൻ കണ്ടിക്കും. എഴുന്നേൽക്കടി എൻ്റെ ബെഡിൽ നിന്നും. ഋതു അഗ്നിപർവ്വതം പൊട്ടിയതുപോലെ നിന്ന് ചൂട് പ്രസരിപ്പിച്ചു. ഋതുവിൻ്റെ അലർച്ച കേട്ട് ഞാനും പേടിച്ചുപോയി. അപ്പോൾ ഇന്ദുവിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ഋതുവിൻ്റെ അലർച്ച പുറത്തും കേട്ടിരുന്നു. വരാന്തയിലിരുന്ന് വെടി പറഞ്ഞുകൊണ്ടിരുന്നവർ വെടിപൊട്ടിയാലെന്ന വണ്ണം ഞെട്ടി. എല്ലാവരും കാര്യമന്വേഷിച്ച് എൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് വന്നു. അവർ കണ്ടത് കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടുന്ന ഇന്ദുവിനെയാണ്. മലയിലെ മാമൻ ഉദ്വേഗത്തോടെ ചോദിച്ചു. എന്താ ഉണ്ണി? എന്തിനാ ഋതു ദേഷ്യപ്പെട്ടത്? എന്തിനാ ഇന്ദു കരഞ്ഞത്? എന്നോട് ഈ റൂമിൽ കയറി പോകരുതെന്ന് പറഞ്ഞു. ഇന്ദു അലമുറയിട്ടുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? വനജമാമി ചോദിച്ചു. ഹൂ ടോൾഡ് യു എന്ന് ഇംഗ്ലീഷ്. ഈ ഋതുവേച്ചി. ഇന്ദു ഋതുവിനെ ചൂണ്ടി. ആഹാ, വന്നു കയറി ഉടനെ ഭരണവും തുടങ്ങിയോ? ഇവിടത്തെ പെമ്പിള്ളാരൊക്കെ ഉണ്ണിയുടെ മുറിയിൽ കിടന്നാ വളർന്നത്. അവരെ ഇറക്കി വിടാനൊന്നും നീ ആയിട്ടില്ല കേട്ടോടി, വനജമാമി ആക്രോശിച്ചു. അയ്യോ,
ഈ ഹിന്ദുവും മൃദുലയും വൈഷ്ണവിയും ഒക്കെ എൻ്റെ റൂമിൽ കിടന്നാണ് വളർന്നത് പോലും. എൻ്റെ പ്രായം കൂട്ടി പറഞ്ഞ് കുടുംബകലഹം ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇന്ദുവിനെ ഈ വനജമാമി പെറ്റപ്പോൾ ഞാൻ കിടക്കുന്ന ഈ റൂം പണിഞ്ഞിട്ടേയില്ല. ഇന്ദുവിന് 10 വയസ്സായപ്പോഴാണ് പുതുതായിട്ട് ഈ റൂം അച്ഛൻ പണിഞ്ഞത്. മോളുടെ പ്രായം കുറച്ച് കാണിക്കാനുള്ള പദ്ധതി ഇവിടെ വിലപ്പോകില്ല തള്ളേ. നിങ്ങളുടെ മോൾക്ക് വയസ്സ് 27ആയി. കൂടുതൽ മുടയെടുത്താൽ മോളുടെ പ്രായം ഞാനിപ്പോൾ ഇവിടെ വച്ച് വിളിച്ചു കൂവും. ഞാൻ ദേഷ്യം കൊണ്ട് നിന്ന് പുകഞ്ഞു കത്തി. പക്ഷെ അത് പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എനിക്ക് എൻ്റെ ബന്ധുക്കളെ പേടിയാണ്. കൊച്ചിലേ ഉള്ള പേടിയാണ്. അത് ഈ 31 വയസ്സിൽ മാറാൻ പോകുന്നില്ല. ഇനി ഋതു എന്താണ് ഇവരോട് പറയുന്നത് എന്ന് നോക്കാം. അവൾ പറയുന്നതിന് ഒപ്പം നിൽക്കാം. ഇത്രയും കാലം ബന്ധുക്കളെ അനുസരിച്ചു. ഇനി കുറച്ചുനാൾ ഭാര്യയെ അനുസരിക്കാം. അതിനെ ഭാര്യയെ പേടിയെന്ന് പറഞ്ഞ് ബന്ധുക്കൾ പരിഹസിക്കും. ബന്ധുക്കളെ പോകാൻ പറ. എനിക്ക് ബന്ധുക്കളേക്കാൾ വലുതാണ് എൻ്റെ ഭാര്യയും എൻ്റെ ജീവിതവും. വനജമാമി, ബെഡ്റൂം എന്ന് പറയുന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വകാര്യ സ്ഥലമാണ്. അവിടേക്ക് ആരും അനുവാദമില്ലാതെ പ്രവേശിക്കുന്നതും ബെഡിൽ ചാടിക്കയറി കിടക്കുന്നതും ശരിയല്ല, ഋതു വനജമാമിയോട് പറഞ്ഞു. എൻ്റെ മോൾ അന്യയാണോ? അവൾ ഉണ്ണിയുടെ മുറപ്പെണ്ണാടി. അവൾ ഇത്തിരി നേരം ഈ ബെഡ്റൂമിൽ കയറിയിരുന്നാൽ എന്താ പ്രശ്നം? വനജമാമി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങളുടെ മോക്ക് ഈ കട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവളെ ഉണ്ണിയേട്ടനെ കെട്ടിച്ചു കൊടുത്തുകൂടായിരുന്നോ? എനിക്ക് അവകാശപ്പെട്ട ഈ കട്ടിലിൽ ഒറ്റ ഒരുത്തിയെയും കയറി കിടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഋതു നിന്ന് വിറച്ചു. ബന്ധുക്കളോട് കലിപ്പുണ്ടായിരുന്ന എനിക്ക് ഈ പ്രകടനം ഇഷ്ടപ്പെട്ടു. ഋതു അങ്ങനെ തന്നെ പറയണം. ഇതാകുമ്പോൾ ബന്ധുക്കൾക്ക് എന്നോട് ഒരു വിരോധവുമില്ല. കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇവൾ ഒരു പുപ്പില് തന്നെ. ഇവളെ ഉന്തി കൊടുത്താൽ എനിക്ക് എൻ്റെ ബന്ധുക്കളെ മുഴുവൻ നശിപ്പിക്കാം. ജാതകം ചേരാത്തത് കൊണ്ടാണ് എൻ്റെ മോള് ഈ വീട്ടിലേക്ക് വരാത്തത്. അല്ലെങ്കിൽ നീ ഭരിക്കുന്ന ഈ മുറി എൻ്റെ മോളുടെ സ്വന്തമായിരുന്നു. എൻ്റെ മോള് ഉണ്ണിയുടെ ഭാര്യയായില്ലെന്ന് പറഞ്ഞ് എല്ലാം നിന്റെ മാത്രം സ്വത്താവൂല. ഉണ്ണി ഞങ്ങളുടേതാണീ. പിന്നെ ബാക്കി എന്തെങ്കിലും ഉള്ളത് മാത്രമാണ് നിനക്ക്. വനജമാമി കിടന്ന് കാറി. അയ്യയ്യോ, ഈ വനജമാമി എന്തൊക്കെയാണ് പറയുന്നത്? ജാതകം ചേരാത്തത് കൊണ്ടാണ് ഇന്ദുവിനെ എനിക്ക് കെട്ടിച്ചു തരാത്തതെന്നോ? ജാതകം ആര് നോക്കി? കല്യാണം ആലോചിച്ചു വന്നപ്പോൾ സ്വന്തക്കാർ തമ്മിൽ കല്യാണം കഴിച്ചാൽ ജനിക്കുന്ന കുട്ടിക്ക് 4 കാലും 4 തലയും ഉണ്ടാകും. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല എന്നാണല്ലോ മലയിലെ മാമൻ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇതിന്റെ പാവഭാരം മുഴുവൻ ജാതകത്തിന്റെ പേരിൽ കൊണ്ടു ചേർക്കുന്നോ? ജാതകവും ജ്യോത്സ്യനും നിങ്ങളോട് എന്ത് പിഴച്ചു? ഞാൻ അവസാനമായി പറയുകയാണ്, എൻ്റെ അനുവാദമില്ലാതെ ഒരമ്പരാധിയും ഈ മുറിയിൽ കയറരുത്. കയറിയാൽ ഞാൻ അടിച്ചു പുറത്താക്കും. ഇറങ്ങു വൈരികളെ ഈ റൂമിൽ നിന്ന്. അയ്യോ പള്ളു. ഋതുവിൻ്റെ അലർച്ച കേട്ട് എല്ലാവരും നടുങ്ങി. ഉണ്ണി, പെണ്ണുങ്ങൾക്ക് ഇത്ര നാക്ക് പാടില്ല. നീയൊന്ന് പറഞ്ഞു വിലക്ക്, അമ്പുജാക്ഷി വല്യമ്മ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റില്ല. Yeah.